ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നമ്മളുടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ അടുത്ത സമയത്തായിട്ട് അദ്ദേഹം ഡിക്ലെയർ ആയിട്ടുള്ള ചില കടുത്ത നയങ്ങളുണ്ടല്ലോ. ഇന്ത്യ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യക്കെതിരെ അദ്ദേഹം ടാരിഫ് അല്ലെങ്കിൽ ട്രേഡ് ടാരിഫുകളൊന്നും ഏർപ്പെട്ടിട്ടില്ല. ചൈന, മെക്സിക്കോ, അതുപോലെ തന്നെ കാനഡ ഇതുപോലുള്ള രാജ്യങ്ങളെ അദ്ദേഹം ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ചൈനയെ പോലുള്ള രാജ്യത്തെ അദ്ദേഹം വളരെയധികം ടാരിഫിന്റെ പരിധിയിൽ കൊണ്ടുവരും. ചൈനയ്ക്കെതിരെ ടാരിഫ് ഏർപ്പെടുത്തുകയും ചെയ്തു. 10% ടാരിഫ് ഏർപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്തിൽ നമുക്ക് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാനുള്ള ചില കാര്യങ്ങൾ വേണ്ടത് എന്തുകൊണ്ട് ട്രംപിന്റെ ഇങ്ങനൊരു പോളിസി സക്സസ്ഫുൾ ആകത്തില്ല, ഫെയിലർ ആകും, പ്രത്യേകിച്ച് ചൈനയ്ക്കെതിരെ എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വളരെ ഒരു 7 റീസൺസ്, അതായത് 7 കാരണങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ 7 കാരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ്. ഈ ചൈനയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് റിലേഷൻ അല്ലെങ്കിൽ ഇക്കണോമിക് റിലേഷൻസ് അനുസരിച്ചിട്ട് എന്തുകൊണ്ടാണ് ട്രംപിൻ്റെ ഈ ഒരു പോളിസി ബാക്ക്ഫയർ ചെയ്യാൻ തിരിച്ച് അമേരിക്കയ്ക്ക് തന്നെ വിനയാകും എന്നുള്ളതിൽ വിലയിരുത്തപ്പെടുന്നതാണല്ലോ. അതിൽ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ചൈനയ്ക്ക് ഈ US അതുപോലെ തന്നെ കളക്റ്റീവ് വെസ്റ്റ് പടിഞ്ഞാറൻ മാർക്കറ്റുകളും ഇല്ലെങ്കിൽ തന്നെയും ചൈനയ്ക്ക് മറ്റ് പ്രധാനപ്പെട്ട ഓൾട്ടർനേറ്റീവ്സ് മാർക്കറ്റുകൾ, ഇക്കണോമിക് മാർക്കറ്റ്സ് അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ചൈന ഓൾട്ടർനേറ്റീവ് മാർക്കറ്റ്സ് ഇപ്പം US യൂറോപ്പിലേക്കും ചൈനയുടെ ഉൽപ്പന്നങ്ങൾ ചൈനയ്ക്ക് കയറ്റി അയക്കാൻ സാധിച്ചില്ലെങ്കിൽ തന്നെയും ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന വലിയൊരു മാർക്കറ്റ്. ഗ്ലോബൽ സൗത്ത് എന്ന് പറയുമ്പോൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, ഏഷ്യ, മിഡിൽ ഈസ്റ്റ് ഇതുപോലുള്ള റീജിയനിലെ ലോ ഇൻകം കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾ, ഇന്ത്യ, പാകിസ്ഥാൻ, അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ. ഇപ്പോൾ ആഫ്രിക്കയിൽ നമുക്കൊരു ഒത്തിരി രാജ്യങ്ങളുണ്ട്. ആംഗോള, ബോട്സ്വാന, ബർക്കിന ഫാസോ, ക്യാമറൂൺ, ചാഡ് എന്നൊക്കെ പറയുന്ന ഒത്തിരി രാജ്യങ്ങളുണ്ട്. അതുപോലെ ലാറ്റിൻ അമേരിക്കയിൽ അർജന്റീന, ബ്രസീൽ, ബൊളീവിയ മുതലായിട്ടുള്ള രാജ്യങ്ങൾ, ചിലി, കൊളംബിയ. ഏഷ്യയിലെ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക ഇതുപോലുള്ള രാജ്യങ്ങളെല്ലാം ഉണ്ട്. മിഡിൽ ഈസ്റ്റിൽ രാജ്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓഷ്യാനിയ എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന പോപ്പ ന്യൂഗിന, സോളമൻ ഐലൻഡ്സ്, ഇങ്ങനെ ഫിജി, ഇപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സ്ഥലങ്ങളാണ് ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന ഒരു റീജിയനിൽ. ഗ്ലോബൽ നോർത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ വടക്കൻ അമേരിക്കൻ രാജ്യങ്ങൾ, ഇപ്പോൾ അമേരിക്ക, മെക്സിക്കോ, കാനഡ, പിന്നെ യൂറോപ്പ്, എസ്പെഷ്യലി വെസ്റ്റേൺ യൂറോപ്പ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി ഇതുപോലുള്ള രാജ്യങ്ങൾ, ഇസ്രായേൽ, ജപ്പാൻ, സൗത്ത് കൊറിയ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഇതുപോലുള്ള വെൽത്തി ആയിട്ടുള്ള രാജ്യങ്ങളാണ്. ഈവൻ സിംഗപ്പൂറൊക്കെ അതിനകത്ത് ഉൾപ്പെടുമായിരിക്കും ഗ്ലോബൽ നോർത്ത് എന്ന് പറയുന്ന. ഇത് ശരിക്കും പറഞ്ഞാൽ വടക്കും തെക്കും എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള വിവേചനമല്ല. ശരിക്കും പറഞ്ഞാൽ ഗ്ലോബൽ നോർത്ത് എന്ന് പറഞ്ഞാൽ റിച്ച് ആയിട്ടുള്ള കൺട്രീസ്, ഇക്കണോമിക്കലി പ്രോസ്പെറസ് ആയിട്ടുള്ള കൺട്രീസും, ഗ്ലോബൽ സൗത്ത് എന്ന് പറഞ്ഞാൽ ഇക്കണോമിക്കലി സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാത്ത രാജ്യങ്ങൾ, നമ്മളെപ്പോലുള്ള ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ, പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങൾ, ബ്രസീൽ, അർജന്റീന ഇതുപോലുള്ള രാജ്യങ്ങളാണല്ലോ. അപ്പോൾ ഗ്ലോബൽ സൗത്തിൽ ഉള്ള വമ്പൻ മാർക്കറ്റുകൾ ചൈനയ്ക്ക് വീണ്ടും എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ അമേരിക്ക, യൂറോപ്പ് മാർക്കറ്റ് നഷ്ടപ്പെട്ടാൽ തന്നെയും ഈ ഗ്ലോബൽ സൗത്ത് ഉള്ളതുകൊണ്ട് ചൈനയുടെ എക്സ്പോർട്ടിന് അല്ലെങ്കിൽ ചൈനയുടെ ട്രേഡിന് കാര്യമായിട്ടുള്ള പരിക്കുകൾ പറ്റാൻ സാധിക്കത്തില്ല എന്നാണ് ആദ്യത്തെ റീസൺ അല്ലെങ്കിൽ പോയിന്റ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഗ്രാഫിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ചൈന എക്സ്പോർട്ട് ഗ്ലോബൽ സൗത്ത് സർപ്പാസ് എക്സ്പോസ് ടു ഡെവലപ്ഡ് മാർക്കറ്റ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ വികസിത രാജ്യങ്ങളിലേക്കുള്ള എക്സ്പോർട്ടിനേക്കാളും കൂടുതൽ ഗ്ലോബൽ സൗത്തിലേക്ക് ചൈന എക്സ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ചൈന എക്സ്പോർട്ട് ഗ്ലോബൽ സൗത്ത്, ചൈന എക്സ്പോസ് ടു US പ്ലസ് യൂറോപ്പ്. അതാണ് ഈ ചുമല ലൈനിൽ കാണുന്നത്. അപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളും കൂടുതൽ ഗ്ലോബൽ സൗത്തിലേക്കുള്ള എക്സ്പോർട്ടിനാണ് കൂടിയിട്ടുള്ളത്. പിന്നെ താഴത്തെ പറഞ്ഞാൽ ചൈന എക്സ്പോർട്ട് ടു US, മറ്റേ രണ്ടിനേക്കാളിലും ഏറ്റവും കുറവായിട്ടാണ് US എക്സ്പോർട്ട് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചൈനയ്ക്ക് അമേരിക്കൻ മാർക്കറ്റ് ഒരു ആക്സസ് കിട്ടിയില്ലെങ്കിൽ തന്നെയും അത് വലിയൊരു വിഷയം ഉണ്ടാക്കത്തില്ല എന്നാണ് പറയുന്നത്. രണ്ടാമത്തേത് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട US ചൈനയെ ആണ് ആശ്രയിക്കുന്നത് റയർ എർത്ത് മെറ്റൽസിന് വേണ്ടി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിസോഴ്സാണ്. അപ്പം അമേരിക്കയെ സംബന്ധിച്ച് ഈ റയർ എർത്ത് മെറ്റൽ
കൺസ്യൂമർ ഇലക്ട്രോണിക്സ് മുതൽ അഡ്വാൻസ്ഡ് ഡിഫൻസിൻ്റെ വെപ്പൺസ് വരെ ഉപയോഗിക്കാൻ വേണ്ടി റെയർ എർത്ത് അത്യാവശ്യമാണ്. അപ്പം ലോകത്തിലെ മൂന്നിൽ രണ്ട് റെയർ എർത്തിൻ്റെ പ്രൊഡക്ഷനും ചൈനയുടെ അധീനതയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഈ റെയർ എർത്ത് മെറ്റൽസിൽ ചൈനയെ വളരെയധികം ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ചൈന, നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞ ഇതുപോലുള്ള എക്സ്പോർട്ടിൽ ഏതെങ്കിലും കൺട്രോൾ വരുത്തുകയോ അല്ലെങ്കിൽ ചൈന തിരിച്ച് എക്സ്പോർട്ട് ടോട്ടലി നിർത്തുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ റെയർ എർത്ത് മെറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു 17 മെറ്റാലിക് എലമെൻസിൻ്റെ ഒരു ഗ്രൂപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് വ്യാവസായികമായിട്ട് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഡിഫൻസ് ടെക്നോളജി മുതൽ അല്ലെങ്കിൽ സ്പേസ് ടെക്നോളജി മുതൽ എല്ലാ മേഖലയിലും അത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള റിസോഴ്സാണ്. അതില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കത്തില്ല. അപ്പോൾ അമേരിക്ക ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ചൈനയാണ് ഈ പറഞ്ഞ റെയർ എർത്ത് മെറ്റൽസിന് വേണ്ടി. അത് ഒത്തിരി മെറ്റൽസ് വരും. പേരുകൾ പറയാനാണെങ്കിൽ സെറിയം, ലുട്ടേറ്റിയം, ഡിസ്പ്രോസിയം, അങ്ങനെയൊക്കെയുള്ള ചില മെറ്റൽസ് പൊതുവേ നമ്മൾ കേൾക്കാത്ത എർബിയം എന്നൊക്കെ പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നതാണ്. അപ്പോൾ അത് ഈ ക്രിട്ടിക്കലായിട്ടുള്ള ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതായതുകൊണ്ട് ലോകത്തിലെ മൂന്നിൽ രണ്ട് ഭാഗവും റയർ എർത്ത് മെറ്റൽസ് ചൈനയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടും അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റെല്ലാ രാജ്യങ്ങൾക്കും ചൈനയെ അത് ആശ്രയിച്ചേ വരത്തുള്ളൂ. നമ്മളിവിടെ ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ 80% റയർ എർത്ത് സപ്ലൈസ് US ചൈനയാണ് ആശ്രയിക്കുന്നത്. ബാക്കി ജപ്പാന് 3%, ഫ്രാൻസിന് 3%, എസ്റ്റോണിയ 6%, മറ്റുള്ള രാജ്യങ്ങൾ 8%. അപ്പം 80% ചൈനയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാം. ചൈനയ്ക്ക് അക്കാര്യത്തിലുള്ള ഡോമിനൻസും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ട്രേഡ് വാറാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് കൂടുതൽ പരിക്കേൽക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. ഇനിയും ചില എസെൻഷ്യൽ മെഡിസിൻസിന് വേണ്ടി അമേരിക്ക ചൈനയാണ് ഡിപ്പെൻഡ് ചെയ്തെന്നുള്ളതാണ് അടുത്ത മൂന്നാമത്തെ റീസൺ. ആണത് US ഹെൽത്ത് കെയർ വളരെ മോശമാണെന്നാണ് പൊതുവെ നമുക്ക് അനാലിസിസിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അത് ഈ ഫാർമസ്യൂട്ടിക്കൽ സപ്ലൈ ചെയിനകത്തിൽ എന്തെങ്കിലും ഒരു തകരാറുണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ചൈന അതുപോലെ തന്നെ കടുത്തൊരു നിലപാടെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഗ്രാഫ് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. US ആൻറ്റിബയോട്ടിക്സ്, ഫിറ്റ്സ്, അങ്ങനെ പല കാര്യങ്ങൾക്കും ഏറ്റവും കൂടുതൽ അമേരിക്ക ആശ്രയിക്കുന്നത് എസെൻഷ്യൽ മെഡിസിന് വേണ്ടി ചൈനയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ട്രേഡ് വാർ തീർച്ചയായിട്ടും എത്രത്തോളം രൂക്ഷമാകുകയാണെങ്കിൽ അമേരിക്കയെ അത് സാരമായി ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. പിന്നെ ചൈനയുടെ ടെക്നോളജിക്കൽ റൈസ് അല്ലെങ്കിൽ സാങ്കേതിക മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വൻ പുരോഗതി അമേരിക്കയ്ക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പോഴത്തെ ഡീപ് സീക്ക് വരെ നമ്മൾ കണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം 64 ക്രിട്ടിക്കൽ ടെക്നോളജീസിൽ 57 എണ്ണത്തിലും ചൈനയാണ് മുന്നിൽ നിൽക്കുന്നത് അമേരിക്കയെക്കാളും. ഒരു ഓസ്ട്രേലിയൻ സ്ട്രാറ്റജിക് പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഠനം അനുസരിച്ച് 64 ക്രിട്ടിക്കൽ ടെക്നോളജീസിലും 57 എണ്ണവും ചൈനയുടെ അധികാര പരിധിയിലാണ്. അപ്പം അമേരിക്ക ഒത്തിരി വർഷത്തെ സാങ്ഷൻ, ഉപരോധവും എക്സ്പോർട്ട് കൺട്രോളും ഒക്കെ ഏർപ്പെടുത്തിയത് വലിയ പ്രയോജനം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം എന്താണ് സംഭവം എന്നുള്ള കാര്യം. അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ് ആൻഡ് മാനുഫാക്ചറിങ്, അപ്പോൾ ഇവിടെ എല്ലാം ചൈന തന്നെയാണ് ഏറ്റവും മുൻപിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ട്രംപിൻ്റെ ഭരണകൂടത്തിൻ്റെ ഈ ട്രേഡ് വാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധികം വിലപ്പോകില്ല, അല്ലെങ്കിൽ കൂടുതൽ ഫലവത്താകാനുള്ള സാധ്യതയില്ല എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് മെനി അമേരിക്കൻ കമ്പനീസ് വിൽ ഗോ ബാങ്ക്രപ്റ്റ് വിത്തൗട്ട് ആക്സസ് ടു ചൈനീസ് മാർക്കറ്റ്. അപ്പോൾ ചൈന ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ തിരിച്ച് പല അമേരിക്കൻ കമ്പനികളും അടച്ചുപൂട്ടേണ്ടി വരും. കാരണം US പറയത്തക്ക ഇൻഡസ്ട്രിയൽ ബേസ് ഒന്നുമില്ല. ഈ അമേരിക്കൻ കമ്പനികൾ ചൈനീസ് മാർക്കറ്റിൽ വിറ്റഴിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും അതുപോലെ ഗുഡ്സ്, കോമ്പോണൻസ്, ഇതൊക്കെ പിന്നെ നിൽക്കുകയാണെങ്കിൽ
അവർക്ക് മറ്റൊരു മാർക്കറ്റ് അതിന് ഓൾട്ടർനേറ്റീവായിട്ട് കിട്ടത്തില്ല. അതുപോലെ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞു, ഇപ്പം ഉദാഹരണത്തിന് ചൈനയിൽ നിന്നുള്ള സപ്ലൈ ചെയിൻ ബ്രേക്ക് ആവുകയാണെങ്കിൽ ഈ ചൈനീസ് ഗുഡ്സും കമ്പോണൻസിനും ഒക്കെ റീപ്ലേസ് ചെയ്യാൻ അമേരിക്കൻ കമ്പനികൾക്ക് ഒരു ഇൻഡസ്ട്രിയൽ ബേസ് ഇല്ല, ഇന്ത്യ പോലും ഇല്ല. അപ്പോൾ ഈ വീഡിയോ നമുക്കൊന്ന് കേട്ട് നോക്കാം എന്താ പറയുക. China would stop importing goods from American companies like Intel, the computer chip company. Intel has said if it and other companies lose the Chinese market, if they decide not to buy American, then they will become insolvent. They say all of their profits are made by having a scale that includes trade with China. Without that scale, their company is no longer profitable. And without profits, their stocks are going to plummet. And Intel has already been looking around for merger candidates. So you can see that what Trump is trying to do by not really understanding the economy is living in a mythology of the 19th century when America really was industrial and really could finance its government by tariffs. But now it's not industrial and it's not in a position to impose tariffs without disrupting the entire economy. China would stop importing goods from. ഈ വീഡിയോയിൽ പറയുന്നത് ചൈന ഒരു കടുത്ത തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് അമേരിക്കൻ കമ്പനികളെ വളരെ സാരമായി ബാധിക്കും. അമേരിക്കൻ കമ്പനികളെ സാരമായി ബാധിക്കുന്ന അവർക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. ലാഭം ഉണ്ടാക്കാൻ സാധിക്കാത്തതുകൊണ്ട് അവരുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ അവരുടെ സ്റ്റോക്ക് എല്ലാം ഇടിഞ്ഞു വീഴാനും അതുപോലെ തന്നെ കമ്പനികളുടെയൊക്കെ ബാങ്ക്രപ്സിക്കൊക്കെ കാരണമാകുമെന്നാണ് പറയുന്നത്. ഇത് മൈക്കൽ ഹഡ്സൺ എന്നൊരു എക്കണോമിസ്റ്റാണ്, ഒരു എക്സ്പേർട്ടാണ്, ജിയോ പൊളിറ്റിക്കൽ എക്സ്പേർട്ടാണ്. അടുത്ത് പറഞ്ഞാൽ ചൈനീസ് എക്കോണമി അമേരിക്കൻ എക്കോണമിയേക്കാളിലും ഉൽപ്പാദനക്ഷമതയിൽ, അമേരിക്കൻ എക്കോണമിയേക്കാളില്ല മറ്റെല്ലാ എക്കോണമിയേക്കാളിലും ഉൽപ്പാദനക്ഷമതയിൽ പ്രൊഡക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. ഫാർ മോർ പ്രൊഡക്റ്റീവ് ദാൻ അമേരിക്കൻ എക്കോണമി. അപ്പോൾ അതുകൊണ്ടാണ് അമേരിക്കയും ചൈനയും തമ്മിലുള്ള ട്രേഡ് ഡെഫിസിറ്റ് വളരെ കൂടുതലെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചൈനയുടെ മിഡിൽ ക്ലാസിൻ്റെ എണ്ണം വളരെ കൂടിയിരിക്കുകയാണ്. അമേരിക്കയുടെ പോപ്പുലേഷനേക്കാളും കൂടുതൽ ഉള്ളൊരു മിഡിൽ ക്ലാസ് ചൈനയിൽ വരികയാണ്. അപ്പോൾ അമേരിക്കയിലെ മിഡിൽ ക്ലാസ് ചുരുങ്ങി വരികയാണ്, അല്ലെങ്കിൽ കുറഞ്ഞു വരികയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ തന്നെയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. Economically right now, because we simply have too much government, and that's kind of ironic because they're supposedly the communist country, but they actually have freer market in many areas than we do. But they also don't have as many people, ironically, dependent on the government. They don't have all these people on Social Security and Medicare and Medicaid and welfare and Obamacare. So people are out there working. And the Chinese people save their money. They don't just go out and buy stuff they can't afford. They have a culture of saving. And so that gives the Chinese an advantage. They have a lower capital cost. They can invest in plant equipment. And so they're producing a lot of stuff that we can't. Now, we could produce it if we had major reform in our regulatory environment and our tax structure, but we're not going to do that. And so we run these huge deficits with China because the Chinese economy is far more productive than the American economy. And so China is going to continue to catch and eventually pass the United States in the size of its economy. And I think it already has a larger middle class than the United States. It's a big country, but the size of their middle class exceeds the entirety of the U.S. economy. And that middle class in China is going to keep growing and growing and growing as America's middle class keeps shrinking into lower class. എല്ലായിടത്തും നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഇതുപോലുള്ള വളരെ അമേരിക്കയ്ക്ക് ഈ ട്രേഡ് ടാരിഫ് അല്ലെങ്കിൽ ഇതുപോലുള്ള നികുതി ചുങ്കം ഏർപ്പെടുത്തുന്നത്, തീരുവ ഏർപ്പെടുത്തുന്നത് അമേരിക്കയെ സംബന്ധിച്ച് അനുകൂലമായ ഒരു നടപടി ആയിരിക്കത്തില്ല. കാരണം ഓൾറെഡി അമേരിക്കയും ചൈനയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി ഫാക്ടേഴ്സ് ചൈനയ്ക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നതെന്നാണ് പല ആൾക്കാരുടെയും അഭിപ്രായങ്ങളും അല്ലെങ്കിൽ എക്സ്പെർട്ട് ഒപ്പീനിയൻസ് നമുക്ക് പറയുന്നത്. ഏഴാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ചൈനയുടെ എക്കോണമി ഈ സുപ്പീരിയർ ടു അമേരിക്ക, അമേരിക്കകളിലും വളരെ മുൻപിൽ നിൽക്കുന്നതാണ് ചൈനീസ് എക്കോണമി എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. അപ്പോൾ അവരുടെ ചൈനീസ് കമ്പനികൾ അവരുടെ പ്രോഫിറ്റ് റീഇൻവെസ്റ്റ് ചെയ്ത് പ്രൊഡക്ഷനെയും അതുപോലെ R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇന്നൊവേഷൻ, ഇതൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇതൊക്കെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ അമേരിക്ക അങ്ങനെയല്ല ചെയ്യുന്നത്.
അവർ കൂടുതൽ സ്റ്റോക്ക് ബൈബാക്കിന് വേണ്ടി പ്രോഫിറ്റ് ഉപയോഗിക്കുന്നു എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചൈനയുടെ എക്കോണമി അമേരിക്കക്കാളിലും സുപ്പീരിയർ ആണ് എന്നുള്ള അഭിപ്രായം കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയ്ക്കകത്തിൽ ഇദ്ദേഹം മൈക്കൽ ഹഡ്സൺ പറയുന്നത് stock ownership, an activist financial sector. When Chinese companies, large state companies, make a profit, they reinvest the profit in expanding their means of production and rising productivity and hiring more labor. They're following essentially the same logic that industrial capitalism. ചൈനയുടെ പോളിസി ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയുടെയാണെന്ന് പറയുന്നത് വെച്ചാൽ അവരുടെ പ്രോഫിറ്റ് അവർ റീഇൻവെസ്റ്റ് ചെയ്യുന്നു, കൂടുതൽ പ്രൊഡക്ഷനിലേക്കും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലേക്കും കൂടുതൽ ലേബേഴ്സിനെ അവർ എംപ്ലോയ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് അവരുടെ എക്കോണമിയെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ സഹായിക്കുന്നതാണെന്നാണ് പറയുന്നത്. Policy, a pro-financial policy, basically an anti-labor policy, and a policy favoring monopolies such as. പക്ഷേ അമേരിക്കയുടെ പോളിസി എന്നാൽ ഒരു ഇൻഡസ്ട്രി വിരുദ്ധമായിട്ടുള്ള പോളിസിയാണ്. ഫൈനാൻഷ്യൽ എന്ന് വെച്ചാൽ കൂടുതൽ ലാഭം ഉണ്ടാക്കുക, ലാഭം കിട്ടിയ പൈസ സ്റ്റോക്കിലും അതുപോലുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഫൈനാൻഷ്യൽ പോളിസീസിനെ ഫേവർ ചെയ്യുന്ന ഫൈനാൻഷ്യൽ പോളിസീസിന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, ഈ എക്കോണമിയുടെ റിയൽ എക്സ്പാൻഷൻ ശ്രദ്ധിക്കാതിരിക്കുക എന്നൊക്കെയുള്ളതാണെന്ന് അമേരിക്കയുടെ ഭാഗത്തുണ്ട്. America to spend 18% of its GDP on healthcare, which is much more than any other country, and it's not very good healthcare. So China doesn't have a activist stock ownership. അമേരിക്ക 18% GDP, അവരുടെ GDPയുടെ 18% ഹെൽത്ത് കെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. പക്ഷേ എന്നിട്ടും അവരുടെ ഹെൽത്ത് കെയർ വളരെ നല്ലതല്ല. രാജ്യത്തെ കൂടുതൽ ആൾക്കാരും അവരുടെ ഗവൺമെൻറ്റിനെ ആശ്രയിച്ച്, നമ്മുടെ ഇവിടുത്തെ ബെനഫിറ്റ്സിന് വേണ്ടി ഗവൺമെൻറ്റിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ചൈനയിൽ അങ്ങനെയല്ല. ചൈനയിലെ ആൾക്കാർ ഗവൺമെൻറ്റിനെ ആശ്രയിച്ച്, ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ബെനഫിറ്റിനെ ആശ്രയിച്ചല്ല ജീവിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. Activist financial sector, when Chinese companies, large state companies. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പല മേഖലകളിൽ നിന്നല്ല, പല കോണുകളിൽ നിന്നും പല എക്സ്പേർട്സിൻ്റെ അഭിപ്രായം അനുസരിച്ച് എന്ന് പറഞ്ഞാൽ ചൈന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള എക്കോണമി ഒന്നാണല്ല. ചൈനയ്ക്ക് അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ ഒരു ജനറലായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ നിലവാരമനുസരിച്ച് അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ചൈനയുടെയും അമേരിക്കയുടെയും ഇക്കണോമിക് കണ്ടീഷൻസ്, പൊസിഷൻസ്, അതിൻ്റെ അർത്ഥം അമേരിക്ക ചൈനയെക്കാളിലും ഇൻഫീരിയർ ആയിട്ടുള്ളൊരു പവറാണെന്നോ അല്ലെങ്കിൽ ഒരു ഇക്കോണമി ആണെന്നല്ലോ അർത്ഥം. പക്ഷേ പല ഘടകങ്ങൾ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ചൈന മെച്ചപ്പെട്ട മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. അപ്പം സമീപ ഭാവിയിൽ അല്ലെങ്കിൽ ഭാവിയിൽ തീർച്ചയായിട്ടും അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ഓവർകം ചെയ്ത് ലോകത്തിൻ്റെ ഒന്നാം സ്ഥാനത്ത് വരാൻ സാധിക്കത്തക്ക രീതിയിലുള്ള ചുവടുവെപ്പുകൾ ചൈന പല മേഖലകളിലും, വ്യത്യസ്തമായിട്ടുള്ള എല്ലാ മേഖലകളിലും അവർ ഉറപ്പുവരുത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ അർത്ഥം ചൈനീസ് എക്കോണമി പെർഫെക്റ്റ് ആണെന്നോ അവർക്ക് പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട 7 ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ. 7 ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു, ഒന്ന്, ചൈനയ്ക്ക് അമേരിക്കയെ യൂറോപ്പിൻ്റെ മാർക്കറ്റ് നഷ്ടപ്പെട്ടാലും ഗ്ലോബൽ സൗത്ത് എന്ന് പറഞ്ഞ വലിയ മാർക്കറ്റുണ്ട്. പിന്നെ റെയർ എർത്ത് മെറ്റൽസിന് വേണ്ടി അമേരിക്ക ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ചൈനയാണ്. അത് ക്രിട്ടിക്കലായിട്ടുള്ള റിസോഴ്സാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന് വേണ്ടി ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഉപയോഗിക്കുന്നൊരു റിസോഴ്സാണത്. 80% ചൈനയാണ് അമേരിക്ക ആശ്രയിക്കുന്നത്. പിന്നെ എസെൻഷ്യൽ മെഡിസിന് വേണ്ടി അമേരിക്ക ആശ്രയിക്കുന്നത് ചൈനയാണ്. പിന്നെ ചൈനയുടെ ടെക്നോളജിക്കൽ ഉയർച്ച, സാങ്കേതിക മേഖലകളിലുള്ള ഉയർച്ച, ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും അതുപോലുള്ള കാര്യങ്ങളിലുമൊക്കെ. പിന്നെ ചൈന ഇനിയും സെമി കണ്ടക്ടറിൻ്റെ കാര്യത്തിൽ കൂടി അവർ സ്വയം പര്യാപ്തമാകുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജ്യങ്ങളെ അവർക്ക് ഓവർകം ചെയ്ത് മുന്നിൽ വരാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റെല്ലാ രാജ്യങ്ങളുടെയും, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാകുമെന്നുള്ളതിൽ. അപ്പം ഇപ്പോഴും ചൈനയ്ക്ക് ആ ഒരു മേഖലയിൽ പിന്നെ മുന്നോട്ട് വരാൻ സാധിച്ചിട്ടില്ല. അവർ കഠിന പ്രയത്നങ്ങൾ ചെയ്യുകയും കൂടുതൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുകയും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്.
സെമി കണ്ടക്ടറിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിൽ വരാൻ വേണ്ടി. പക്ഷേ മറ്റെല്ലാ മേഖലകളിലും അവർ ടെക്നോളജിക്കലി വളരെ സുപ്പീരിയോറിറ്റി അവർ കാട്ടിത്തുടങ്ങി. 67 ക്രിട്ടിക്കൽ ടെക്നോളജീസിൽ 57 എണ്ണത്തിൽ വരെ മുൻപന്തിയിലാണ് അമേരിക്കക്കാരിൽ എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ചൈനീസ് മാർക്കറ്റ് ഇല്ലെങ്കിൽ, ചൈനീസ് മാർക്കറ്റ് നഷ്ടപ്പെടുകയാണെങ്കിൽ പല അമേരിക്കൻ കമ്പനികളും ബാങ്ക്രപ്റ്റ് ആകും, കമ്പനികൾ അടച്ചുപൂട്ടേണ്ടി വരും എന്നുള്ള ഒരു സത്യം കൂടെ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ വരുന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെക്കാളിലും കൂടുതൽ ഉൽപ്പാദനക്ഷമതയുള്ളത് ചൈനയ്ക്കാണ്. അത് തീർച്ചയായിട്ടും മറ്റെല്ലാ അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ പിന്നെ ചിലവ് കുറഞ്ഞ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത്. ലോക മാർക്കറ്റിനെ അവർക്ക് കീഴടക്കാൻ സാധിച്ചതുകൊണ്ട്. പിന്നെ 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ചൈനയുടെ ഇക്കണോമിക് മോഡൽ അമേരിക്കക്കാളിലും സുപ്പീരിയർ ആണ് എന്നുള്ളൊരു വാദവും കൂടെ ഉണ്ട്. അത് നമുക്ക് കണ്ണുടച്ച് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ചില പ്ലസ്സുകൾ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും മൈനസുകളും ഉണ്ടാകാം എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം ഒന്നും വേണ്ട. കാരണം 100% പെർഫെക്ഷൻ ഒന്നും ഒരിടത്തുമില്ല. ചൈനീസ് മോഡൽ സുപ്പീരിയർ ആണെന്ന് പറയുന്നു, ഓക്കെ, സമ്മതിക്കുന്നു. പക്ഷേ അത് പല മേഖലകളിലും ചൈനയ്ക്ക് അതിൻ്റെതായിട്ടുള്ള സെറ്റ് ബാക്സ് അല്ലെങ്കിൽ കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ എന്നിരുന്നാലും ഏറെക്കുറെ നമ്മൾ ജനറലായിട്ട് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഒരു പരിഗണിക്കാവുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ട്രംപിൻ്റെ ട്രേഡ് പോളിസി, ഈ പറഞ്ഞ അഗ്രസീവായിട്ടുള്ള പ്രൊട്ടക്ഷനിസം എന്ന് പറയുന്ന ഈ ട്രേഡ് ടാരിഫ് ഏർപ്പെടുത്തിക്കൊണ്ട് മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, പണ്ട് അമേരിക്കയ്ക്ക് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തി അവിടെ വരുതിയിൽ നിർത്തുവാൻ സാധിക്കുന്നത് പോലെ ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷനിൽ അമേരിക്കയ്ക്ക് ഒരിക്കലും അത് സാധ്യമാകത്തില്ല. കാരണം ട്രംപിൻ്റെ ആദ്യത്തെ ട്രേഡ് വാർ തന്നെ വളരെ പരാജയമായിരുന്നത് അമേരിക്കയ്ക്ക് ഒത്തിരി ക്ഷീണം ഉണ്ടാക്കി, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഒത്തിരി പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി എന്നുള്ള റിപ്പോർട്ടുകൾ മാത്രമേ നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ട്രേഡ് വാറും അല്ലെങ്കിൽ വ്യാപാര യുദ്ധവും, പ്രത്യേകിച്ച് ചൈനയ്ക്കെതിരെയുള്ള വ്യാപാര യുദ്ധം അമേരിക്ക ജയിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് സാരമായ പരിക്കുകൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ അത്യാവശ്യം ജിയോ പൊളിറ്റിക്സ് അറിയാവുന്ന ആൾക്കാർക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.